നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പൂഞ്ഞാർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി മറ്റാരുമല്ല, ഷോൺ ജോർജ് തന്നെയാണെന്ന് പാർട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ്. ഷോണിൻ്റെ പിതാവ് PC ജോർജ് നിന്ന് പലതവണ വിജയിച്ച മണ്ഡലമാണ് പൂഞ്ഞാർ. എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. അവിടെ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്, സെബാസ്റ്റ്യൻ കളത്തുങ്കൽ. എന്നാൽ ഇത്തവണ PC ജോർജ് മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പകരം BJPയിലെത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജിന് അവിടെ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ഷോൺ ജോർജിനെ മത്സരിപ്പിക്കാൻ BJP നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു. ഷോൺ ജോർജ് മത്സരിച്ചാൽ BJPക്ക് ആ സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഉള്ളത്. കാരണം പൂഞ്ഞാറ്റിലെ നിർണായകമായ ക്രൈസ്തവ വോട്ടുകളെല്ലാം ഷോൺ ജോർജിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കടുത്ത വിശ്വാസം BJP നേതൃത്വത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജിനെ അവിടെ മത്സരിപ്പിക്കുന്നത്. PC ജോർജ് കഴിഞ്ഞ തവണ മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ലെങ്കിലും അദ്ദേഹം പിടിച്ച വോട്ട് ഷോൺ ജോർജിന് ലഭിക്കും. അതോടൊപ്പം തന്നെ BJP വോട്ടുകളും ചേരുമ്പോൾ ഷോൺ ജോർജിന് അവിടെ നിന്ന് ജയിച്ചു കയറാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസമാണ് BJPക്കുള്ളത്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള 4ഓളം ക്രൈസ്തവ നേതാക്കളെ BJP കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി രംഗത്തിറക്കുന്നുമുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മാത്രമായിട്ട് 4-5 ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ BJP രംഗത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൂടുതലും കോട്ടയം ജില്ലയിലായിരിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഒരെണ്ണവും ബാക്കി 4 എണ്ണവും കോട്ടയം ജില്ലയിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് വേണ്ടി ക്രൈസ്തവ നേതാക്കളായിരിക്കും മത്സരിക്കുക എന്നുള്ള സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഷോൺ ജോർജിനെ അവിടെ രംഗത്തിറക്കാൻ BJP തീരുമാനിച്ചത് വളരെ ശക്തമായൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കിടയിൽ PC ജോർജിനും മകൻ ഷോൺ ജോർജിനും ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പലരും PC ജോർജുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. അത് ഷോൺ ജോർജിന് വളരെ അധികം ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിശ്വാസം. PC ജോർജിലൂടെയും ഷോൺ ജോർജിലൂടെയും ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ തങ്ങളുടെ കീശയിലാക്കാൻ BJPക്ക് ഏറെക്കുറെ കഴിഞ്ഞിട്ടുമുണ്ട്. കാരണം പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് സ്കൂളിലെ തട്ടം വിവാദം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഷോൺ ജോർജിൻ്റെ ഇടപെടൽ ക്രൈസ്തവ സഭകൾക്ക് വളരെ അഭികാമ്യമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിനെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം രംഗത്തിറക്കാനുള്ള ഒരു താല്പര്യവും BJPക്കുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലായപ്പോൾ അവരെ രംഗത്തിറക്കുന്നതിലും ഷോൺ ജോർജും BJPയുടെ മറ്റൊരു നേതാവ് അനൂപ് ആൻ്റണിയുമാണ് വളരെ വലിയ പങ്ക് വഹിച്ചത്. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ക്രൈസ്തവ സ്വാധീനമുള്ള സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കം BJP കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ഷോൺ ജോർജ് പൂഞ്ഞാറ്റിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം അവിടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PC ജോർജ് പിടിച്ച വോട്ടും പിന്നെ BJP വോട്ടും ചേരുമ്പോൾ ഷോൺ ജോർജിന് അവിടെ നിഷ്പ്രയാസം വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന BJP നേതൃത്വം.